നമസ്കാരം. നോക്കാം ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. കണ്ണൂർ പാറയ്ക്കലിലെ 4 മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് 12കാരി. തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാസികയാണ് മരിച്ചത്. കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞാണ് കൊലപ്പെടുത്തിയത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ദമ്പതികൾക്ക് കുഞ്ഞ് പിറന്നത്. ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ കുഞ്ഞ് വരുന്നതോടുകൂടി തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് ബന്ധുവായ 12കാരി ഭയന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സിനിമാ പാട്ട് പാടാനാണോ ക്ഷേത്രോത്സവത്തിൽ ഗാനമേള വയ്ക്കുന്നത് എന്ന് കേരള ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. ക്ഷേത്രോത്സവമാണ്, കോളേജ് യൂണിയൻ ഫെസ്റ്റിവൽ അല്ല. വിപ്ലവ ഗാനം ആലപിക്കാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച് ദേവസ്വം ബോർഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. കേരളത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ ബസ്സിൽ നിന്നിറങ്ങി ലഗേജുമായി പോകുന്നവർക്കെതിരെ പോലും നോക്കുകൂലി ചുമത്തുന്ന സമ്പ്രദായം. സിപിഎമ്മുകാരാണ് നോക്കുകൂലിക്ക് പിന്നിലെന്നും ധനമന്ത്രി. അങ്ങനെയുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലുള്ളത് എന്നും പരിഹാസം. ആ കമ്മ്യൂണിസമാണ് കേരളത്തിൽ വ്യവസായം തകർത്തത് എന്നും ധനമന്ത്രിയുടെ ആരോപണം. രാജ്യസഭയിലാണ് അതിരൂക്ഷമായ വിമർശനം. തിരുവനന്തപുരം കളക്ടറേറ്റിൽ തേനീച്ചയാക്രമണം. ബോംബ് ഭീഷണിയെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ ബോംബ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർക്കും കളക്ടറേറ്റ് ജീവനക്കാർക്കും പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും തേനീച്ചയുടെ കുത്തേറ്റു. കളക്ടറേറ്റ് വളപ്പിലുണ്ടായിരുന്ന തേനീച്ചക്കൂട് ഇളകിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അവശനിലയിലായവരെ സമീപത്തെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ കേസിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ അംഗവും സഹായിയായ ഓട്ടോ ഡ്രൈവറും അറസ്റ്റിലായി. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവൻവണ്ടൂർ ഡിവിഷൻ അംഗം സുജന്യ ഗോപി, കല്ലിശ്ശേരി വല്യത്ത് ലക്ഷ്മി നിവാസിൽ സലീഷ് മോൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ചെങ്ങന്നൂർ സ്വദേശി വിനോദിന്റെ പരാതിയിലാണ് അറസ്റ്റുണ്ടായത്. ഇരുവരും ചേർന്ന് 25,000-ഓളം രൂപയാണ് പിൻവലിച്ചത്. ATM കാർഡിനോടൊപ്പം എഴുതി സൂക്ഷിച്ചിരുന്ന പിൻ നമ്പർ ഉപയോഗിച്ചാണ് തുക പിൻവലിച്ചത് എന്ന് പോലീസ് വ്യക്തമാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ ദുരൂഹത ആരോപിച്ച് പ്രതിപക്ഷം വീണ്ടും രംഗത്ത്. മകൾക്കെതിരെ ധനമന്ത്രിയുടെ കീഴിലുള്ള ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ നിർമ്മല സീതാരാമനെ ക്ഷണിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് സംശയകരമാണ് എന്നാണ് NK പ്രേമചന്ദ്രൻ MPയുടെ കുറ്റപ്പെടുത്തൽ. കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ മുഖ്യമന്ത്രി പുറത്തു പറയാത്തിടത്തോളം കാലം ദുരൂഹത തുടരുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആക്ഷേപം. മഹാകുംഭമേള വിജയകരമായി പൂർത്തിയാക്കിയതിന് ജനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി. കുംഭമേളയ്ക്ക് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും മുന്നിൽ താൻ വണങ്ങുന്നുവെന്നും മോദി. കുംഭമേളയുടെ വിജയം സമാനതകളില്ലാത്ത പ്രയത്നത്തിന്റെ ഫലമാണ് ഉണ്ടാക്കിയത്. രാജ്യത്തെ ജനങ്ങളോടും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ജനങ്ങളോട് താൻ നന്ദി പറയുന്നുവെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. ഒടുവിൽ സുനിത വില്യംസ് ഭൂമിയിലേക്ക്. 9 മാസത്തിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നാസ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും ബുച്ച് വിൽമോറും നാളെ ഭൂമി തൊടും. ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 10:35 സുനിതയുമായിട്ടുള്ള പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് യാത്ര തിരിച്ചു. പേടകം നാളെ പുലർച്ചെ 3:27 ഭൂമിയിൽ ഇറങ്ങും. സുനിത വില്യംസിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും. തീരുമാനം നീളുകയാണ്. കേസ് വീണ്ടും മാറ്റിവെച്ചു. റിയാദ് കോടതി കേസ് വീണ്ടും മാറ്റിയതായി നിയമസഹായ സമിതിക്ക് വിവരം ലഭിച്ചു. സൗദി ബാലനെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് അബ്ദുൾ റഹീം ജയിലിൽ കഴിയുന്നത്. 10ാം തവണയാണ് റിയാദ് കോടതി കേസ് മാറ്റുന്നത്. രാവിലെ 11-ന് ആരംഭിച്ച സിറ്റിംഗിൽ പതിവ് പോലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധി സവാദും കുടുംബ പ്രതിനിധി സിദ്ദിഖ് തുവൂരും പങ്കെടുത്തു. മെസ്സി അടുത്തു നടക്കുന്ന 2 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കില്ലെന്ന് റിപ്പോർട്ട്. പേശിക്ക് പരിക്കേറ്റതിനാൽ യുറുഗ്വായ്, ബ്രസീൽ ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങളിൽ നിന്ന് താരം വിട്ടുനിൽക്കും. മുഖ്യ പരിശീലകൻ ലയണൽ സ്കലോണി പ്രഖ്യാപിച്ച 25-അംഗ സ്ക്വാഡിൽ മെസ്സിയെ ഉൾപ്പെടുത്തിയിട്ടില്ല.